സ്വാഗതം. അതിന് മുന്നേ ആയിട്ട് വ്ളോഗിലേക്ക് പോണതിന് മുന്നേ ആയിട്ട് എല്ലാവരും ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ഒക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കണം. ഗവൺമെന്റിന്റെ റൂൾസ് ഒക്കെ എല്ലാവരും അതുപോലെ ഫോളോ ചെയ്ത് എല്ലാവരും സാനിറ്റൈസേഴ്സ് ഒക്കെ വെച്ച് എപ്പോഴും കൈയൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. സ്റ്റേ ഫിറ്റ്, ബി ഫിറ്റ്, അങ്ങനെ ഇരിക്കുക എല്ലാവരും. പിന്നെ വീണ്ടും എനിക്കറിയാം കുട്ടികളൊക്കെ ഭയങ്കര ബോറടിച്ചിരിക്കുകയാണ്. ഇവിടെയാണെങ്കിലും നമ്മൾ ഒരിക്കലും ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടില്ല തുടങ്ങിയ വ്ളോഗ്. പക്ഷെ ഇപ്പോൾ കുട്ടികൾ വീട്ടിലുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ കുറേ ക്രാഫ്റ്റ് കുട്ടികളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി കുറേ ക്രാഫ്റ്റ് ചെയ്യാണ്. കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തു, കുറച്ച് ക്രാഫ്റ്റ് നല്ലതാണ്, ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ഇടുമെന്ന് പറഞ്ഞിട്ട്. ഇന്ന് നമ്മൾ ചെയ്തത് വീട്ടിൽ വെച്ചിട്ട് കുട്ടികൾക്ക് വീട്ടിലുള്ള സാധനങ്ങൾ, അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് നമ്മൾ ചെയ്തത്. ന്യൂസ് പേപ്പറും പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാർഡ്ബോർഡൊക്കെ വെച്ചിട്ട് നമ്മളൊരു ക്രാഫ്റ്റ് ചെയ്ത് വളരെ ഈസിയാണ്. 2 ദിവസമായിട്ട് നമ്മളത് ചെയ്ത് കേട്ടോ. ഞാൻ ചെയ്യുന്നത് ഒരു ജസ്റ്റ് വാൾ ഹാങ്ങിങ് ആണ് ചെയ്യുന്നത്. അമ്മു ചെയ്യുന്നത് ഒരു ചെറിയ ജ്വല്ലറി ബോക്സ് ആണ് ചെയ്യുന്നത്. അക്കു ആസ് യൂഷ്വൽ അക്കു കളർ ചെയ്യാണ്. അക്കു ഒരു ഗോൺ പെയിൻറ്റിങ്ങിൻ്റെ പിക്ചർ എടുത്ത് വെച്ചിട്ട് ആ ഗോൺ പെയിൻറ്റിങ്ങിൻ്റെ കളറാണ് ചെയ്യാൻ, പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ കളറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്കിന്ന് വേണ്ടത് ഇത് ജസ്റ്റ് വൈറ്റ് റസ്കിൻ്റെ ഒരു പാക്കറ്റാണ്. അത് ഇതുപോലെ 4 പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. അങ്ങനെ കട്ട് ചെയ്യാൻ പോവുകയാണ് ഞാൻ. നമുക്ക് ആവശ്യമുള്ളത് ന്യൂസ് പേപ്പർ ഇങ്ങനത്തെ കഷ്ണങ്ങളാക്കിയിട്ട് ബാർബിക്യൂ ഡവേഴ്സ് വെച്ചിട്ട് റോൾ ചെയ്തിട്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഗ്ലൂ ആണ് ആവശ്യമുള്ളത്. ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ. റസ്കിന്റെ പാക്കറ്റ് കട്ട് ചെയ്തെടുത്തു. അതിൽ എനിക്ക് ഗണപതിയെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഗണപതിയുടെ പിക്ചർ പെൻസിൽ വെച്ച് വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ മേലെ എനിക്ക് 000 ആണിത്. 000 വെച്ചിട്ട് ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ പിക്ചേഴ്സ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഗണപതി പിക്ചേഴ്സ് ആണ് വരച്ചിരിക്കുന്നത്. ഇന്ന് കുറച്ചും കൂടി അപ്പോൾ ഇവിടെയൊക്കെ മാത്രമേ ഉള്ളൂ, 2 സൈഡും മാത്രമേ. ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞു, ഗണപതിയുടെ ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ റെഡ് കൊടുക്കുകയാണ്. അക്രിലിക് പെയിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഈ റോസ് കുഞ്ഞെ ജോയിൻ ചെയ്ത് കുഞ്ഞ് ബോൾസ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇനി ഇത് നമുക്കിവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ മതിയാവും കണ്ടെയ്നർ. ഇന്നലെ നമ്മൾ മുഴുവനായിട്ട് ചെയ്തില്ല. ഇന്നലെ നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തി. കുട്ടികൾക്ക് ഭയങ്കര ബോറടിക്കണമെന്ന് പറഞ്ഞിട്ട് അത് നിർത്തി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർക്ക് അത് വേണ്ടാതായി. അക്കുവിനാണെങ്കിലും കളർ ഇത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ അലമ്പാക്കിയപ്പോൾ നിർത്തി. അപ്പോൾ നമ്മൾ ഇന്ന് അത് കണ്ടിന്യൂ ചെയ്യാണ്. ഇന്ന് നമ്മൾ എന്തായാലും തീർക്കും. അപ്പോൾ ഞാനിതാ അത് വരച്ചു കഴിഞ്ഞു. കാർഡ്ബോർഡിൽ എല്ലാം വരച്ചു കഴിഞ്ഞു. ഗണപതിയെ വരച്ചു, ബാക്ക്ഗ്രൗണ്ട് റെഡ് കൊടുത്തു, ഉള്ളിൽ യെല്ലോ കൊടുത്തിട്ട് ഔട്ട്ലൈൻ വൈറ്റും ബ്ലാക്കും വെച്ച് ചെയ്തു. ഇനി ഇതിന് നമ്മൾ ഫ്രെയിം ഉണ്ടാക്കണം. ഇന്നലെ അമ്മു കാണിച്ചു തന്നില്ലേ എങ്ങനെയാണ് ഫ്രെയിം ഉണ്ടാക്കുക, മീൻസ് പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ തന്നെയാണ്, ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫ്രെയിം ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം പേപ്പർ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കി അതിന് നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്തു. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതുകൊണ്ട് ഫ്രെയിം ഉണ്ടാക്കുക.
വെച്ചിട്ടുണ്ട്. ഒരു 20-25 ഇത്രയും പോലത്തെ പേപ്പർ റോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് 2 പേപ്പർ റോൾസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ബേസിലേക്ക് ഒട്ടിക്കാം. പേപ്പർ വെച്ചിട്ട് ഫ്രെയിം ഉണ്ടാക്കി. ഇത് പേപ്പറാണ്, പേപ്പർ റോൾ ചെയ്താണ്. നമുക്ക് ഇതിനെ ഒരു സ്ട്രിങ്ങിന്റെ മുകളിൽ കണക്ട് ചെയ്ത് വെക്കാം. പക്ഷെ എനിക്ക് ഇന്നലെ ചെയ്തിട്ട് ഇഷ്ടമായില്ല. ഇന്ന് ഞാൻ വേറെ പേജ് എടുത്തു, മിക്കി മൗസിന്റെ. അപ്പൊ നോക്കൂ, എന്റെ കഴിഞ്ഞു. എന്റെ പ്രൊഡക്റ്റ് ഇതാ റെഡി ആയി കഴിഞ്ഞു. ഞാൻ ഇവിടെ എന്റെ എൻട്രൻസിൽ ചെറുതായിട്ട് അങ്ങനെ ചെയ്തു, വാൾ ഡെക്കറേഷൻ പോലെ ചെയ്തു. എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലുള്ള തന്നെയായിരുന്നു. ഈ താഴെ കാണുന്ന പോംപോംസ് അമ്മൂൻ്റെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു യൂസ് ചെയ്യാണ്ടിരിക്കണേ. ആ ബ്രേസ്ലെറ്റാണ് സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ടും സ്റ്റിക്ക് ചെയ്യാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ സ്ട്രിങ്സ് നമ്മൾ വുളൻ ത്രെഡാണ്. അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ബീഡ്സ് അതും ഒരു യൂസ് ചെയ്യാത്ത ഒരു മാലയുടെ മേലെ നിന്ന് എടുത്തതാണ് ഈ ബീഡ്സ്. അത് നടുക്കിൽ വെച്ച് കൊടുത്തു. അതും ഗ്ലൂ വെച്ചിട്ട് തന്നെയാണ് സ്റ്റിക്ക് ചെയ്തേക്കണേ. എന്നിട്ട് ഞാനത് എൻ്റെ വീട്ടിലൊരു മണി പ്ലാന്റിൻ്റെ അടിയിലായിട്ട് അങ്ങനെ തൂക്കിയിട്ട് കൊടുത്തു. പേപ്പർ വെച്ച് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതില് ബാലൊക്കെ ഇടാൻ പറ്റും, വള്ളിയും എല്ലാം ഇടാൻ പറ്റും. ഇതില് ഇതാ നമ്മള് ജാറിൻ്റെ ഉള്ളിൽ നമ്മൾ ഇട്ടു, നമുക്ക് അടിച്ചു വെച്ചു, എന്നിട്ട് ഇവിടെ വെച്ചു, എന്നിട്ട് ഇവിടെ നനഞ്ഞു വെച്ചു. അപ്പൊ ഇതാണ് അക്കുവിന്റെ കളറിങ്ങിന്റെ ഔട്ട്കം. ഇത് ഡേ 1, ഇത് ഡേ 2. ഇത് മൂക്കാണ്. മൂക്ക് ചെറുതായിട്ടൊന്ന് മിസ്പ്ലേസ് ആയി, നല്ല കലിപ്പിലായിരുന്നു. അതിന്റെ ഔട്ട്കം ആണിത്. കളറിംഗ് ഒക്കെ നല്ല നല്ല ക്രിയേറ്റീവ് ബ്രൈറ്റ് കളറിംഗ് അല്ലേ. അപ്പോൾ ഇതാണ് അക്കുവിന്റെ ഡ്രോയിങ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്രാഫ്റ്റ് എല്ലാവരും ചെയ്ത് നോക്കണം. ന്യൂസ് പേപ്പറും നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക. സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ബൈ, നമുക്ക് വീണ്ടും കാണാം. ഷേപ്പാണ് എനിക്ക് കിട്ടിയത് സ്ക്വയർ ഒക്കെ വെള്ളി ആദ്യം മുതൽ പേപ്പർ വെച്ചിട്ട്